ഇവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു? മഹാഭാരതം വായിച്ച അല്ലെങ്കിൽ മഹാഭാരത കഥകൾ കേൾക്കുന്ന ഏതൊരാൾക്കും ഒരിക്കലെങ്കിലും തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുന്നു? ശരിക്കും നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. ഇതിനെ കഥാപാത്രത്തിൻ്റെ മേന്മ കാട്ടാൻ വേണ്ടിയുള്ള ഒന്നായി കാണരുത്. ഈ കഥാപാത്രങ്ങളെയെല്ലാം നമ്മുടെ പുതിയ കാലഘട്ടവുമായിട്ട് പുതിയ കാലഘട്ടത്തിലെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കി ഇവരുടെ കുട്ടിക്കാലവും ആ കുട്ടിക്കാലം ഇവരുടെ വളർച്ചയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതും നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. അതുകൊണ്ട് നമുക്ക് മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് ഒന്നിറങ്ങി ചെല്ലാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. മഹാഭാരതത്തിലെ ഈ കഥാപാത്രങ്ങളെ മഹാവീരന്മാരും മഹാധീരന്മാരും അതുപോലെ തന്നെ അമാനുഷികരായിട്ടുള്ള ആളുകളുമായി കാണുന്നതിന് പകരം ഒരു മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ കൗരവരുടെയും പാണ്ഡവരുടെയും, അതായത് ധൃതരാഷ്ട്രപുത്രന്മാരുടെയും പാണ്ഡുപുത്രന്മാരുടെയും തലതൊട്ടപ്പനായ ഭീഷ്മരെക്കുറിച്ച് തന്നെ നോക്കാം. ഒരുപക്ഷെ മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മനോബലം അതുപോലെ തന്നെ ക്യാരക്ടർ സ്ട്രെങ്ത് ഉള്ള ഒരു കഥാപാത്രം അല്ലേ? ഒരൊറ്റ വാക്കുകൊണ്ടും തൻ്റെ പ്രസൻസ് കൊണ്ടും അത്രയും വീരന്മാരെ എല്ലാം പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരാൾ. അയാൾ ഉള്ളപ്പോൾ ഹസ്തിനപുരത്തിലെ സിംഹാസനത്തിലിരിക്കുന്ന രാജാവിന് പോലും സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കാൻ ഭയമാണ്. ഇത്രയും സ്ട്രെങ്ത് ഉള്ള ക്യാരക്ടർ ഏറ്റവും വലിയ പരാജയമായത് തൻ്റെ ചെറുമകളുടെ പ്രായമുള്ള തൻ്റെ കുലവധുവിനെ ആ ഒരു ചൂതുസഭയിൽ വെച്ച് വിവസ്ത്രയാക്കിയ ആ സമയത്തായിരുന്നു. നിശബ്ദത. എന്തുകൊണ്ടാണ് ഭീഷ്മർ ധർമ്മത്തെ ഇത്രയും കൊണ്ടു നടന്നിരുന്നത്? നമുക്ക് ഭീഷ്മരുടെ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോകേണ്ടിയിരിക്കുന്നു. ചെറുപ്പത്തിൽ കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഭീഷ്മരുടെ അമ്മ ഭീഷ്മരെയും കൊണ്ട് തൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോയതാണ്. ഒരു വാക്ക് ആ അമ്മ അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ശാന്തനു മഹാരാജാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവനെ ഉത്തമനായ ഒരു രാജാവായി, ഒരു യുവരാജാവായി അങ്ങയുടെ കയ്യിൽ തിരികെ കൊണ്ടുവരും. ഇതായിരുന്നു ഗംഗാദേവി കൊടുത്ത വാക്ക്. കാലചക്രത്തിനനുസരിച്ച് ഭീഷ്മരെ എങ്ങനെ തയ്യാറാക്കണമെന്ന് ഗംഗാദേവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം, കുട്ടിക്കാലം മുതലേ ചിട്ടയോടുകൂടി ഒരു ജീവിതത്തിലായിരിക്കണം ഭീഷ്മർ പഠിച്ചു വളർന്നിട്ടുള്ളത്. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഭീഷ്മരുടെ ഗുരുക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ്. ഭീഷ്മർ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്, അതായത് ടെക്സ്റ്റുവൽ, അതായത് സ്ക്രിപ്റ്റേഴ്സ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസങ്ങൾ പൂർത്തിയാക്കിയത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയിൽ നിന്നും അസുരഗുരുവായിട്ടുള്ള ശുക്രാചാര്യരിൽ നിന്നുമൊക്കെയാണ്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് 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 മഹാന്മാരായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് ഭീഷ്മർ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഭീഷ്മർ പഠിച്ചത് അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കണം. കോംപ്ലക്സ് ആയിട്ടുള്ള ഈ വിഷയങ്ങളൊക്കെ പഠിക്കുവാനായിട്ട് ഒരു കുട്ടി ചെറുപ്പം മുതലേ ആ ചിട്ടയോടുകൂടി വളർന്നു വരേണ്ടതാണ്. ഉറപ്പായിട്ടും ഈ ഗുരുക്കന്മാർ ഭീഷ്മരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാകണം, നിനക്കിങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ചന്ദ്രവംശത്തിന് കീഴിൽ വരുന്ന കുരുവംശത്തിൻ്റെ എല്ലാം ആകേണ്ടവനാണ് നീ. അതുകൊണ്ട് ഇത്രത്തോളം ഉത്തരവാദിത്തം നിനക്കുണ്ടാകണം. ചെറുപ്പം മുതലേ ഉത്തരവാദിത്തം പേറിയുള്ള ജീവിതം. പിന്നീട് ധനുർവേദം പഠിക്കാൻ പോയത് ആരാണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, സാക്ഷാൽ പരശുരാമൻ്റെ അടുത്ത്. അങ്ങനെയുള്ള പരശുരാമൻ്റെ അടുത്തുള്ള ഭീഷ്മരുടെ വിദ്യാഭ്യാസവും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കണം. അപ്പോൾ ചെറുപ്പം മുതലേ നിയമം, റൂൾസ്, ചിട്ട, റുട്ടീൻ ഇതെല്ലാം നല്ലതുപോലെ ഫോളോ ചെയ്തിരുന്ന ഭീഷ്മർ തൻ്റെ ജീവിതം തന്നെ ആ രീതിക്കാക്കി മാറ്റി. ദേവവ്രതൻ എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതമായിരുന്നു ഭീഷ്മരെടുത്ത്. അതുകൊണ്ട് തന്നെ ധർമ്മത്തെ പൂർണ്ണമായും അതേപോലെ ഭീഷ്മർ ഫോളോ ചെയ്തിരുന്നു. എന്നാൽ പല സാഹചര്യങ്ങളിലും ചിട്ടകളിൽ നിന്ന് മാറണം, സാഹചര്യം അനുസരിച്ച് നിയമങ്ങളിൽ നിന്നൊന്ന് മാറണം, ധർമ്മത്തിൽ നിന്നൊന്ന് മാറണം, സാഹചര്യത്തിനനുസരിച്ച് ഇതിനെല്ലാം പരിവർത്തനപ്പെടുത്തുക എന്നുള്ള കാര്യം ഭീഷ്മർ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഭീഷ്മരുടെ ഏറ്റവും വലിയ ക്യാരക്ടർ ഫ്ലോ ആയിട്ട് പാഞ്ചാലി വസ്ത്രാക്ഷേപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് അംഗരാജൻ കർണൻ. പല സന്ദർഭങ്ങളിലും കർണന് വളരെ മോശമായ രീതിയിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ സാമർഥ്യവും കഴിവുമെല്ലാം ദുര്യോധനന് അടിയറവ് പറഞ്ഞതിന് ശേഷം പല സന്ദർഭങ്ങളിലും ദുര്യോധനന് വേണ്ടി പലതും കർണന് പറയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ദുര്യോധനന് രക്ഷ ആവശ്യമുള്ള ചില സാഹചര്യങ്ങളിൽ കർണൻ അവിടെ നിന്ന് ഓടി മാറേണ്ടിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ മൂല കാരണം കർണൻ്റെ ഈഗോയാണ്, ഞാനെന്ന അഹംബോധം. മറ്റുള്ളവരെ കാട്ടിയും കർണൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് കർണനെ തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ കാരണം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കർണന് കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങളെ കർണൻ എങ്ങനെ ഡീൽ ചെയ്തു എന്നുള്ളതാണ്. അതിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടേക്കുന്നത് പോലെ കർണൻ ദാരിദ്ര്യത്തിലോ കഷ്ടപ്പാടിലോ ഒന്നുമല്ല ജീവിച്ചത്. കർണൻ അത്യാവശ്യം തന്നെ റിച്ചായിട്ട് തന്നെയാണ് ജീവിച്ചത്. കാരണം കർണൻ്റെ ഫാദർ, വളർത്തച്ഛൻ അതിരഥൻ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മഹാരാജാവ് ധൃതരാഷ്ട്രരുടെ സുഹൃത്തും സാരഥിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പിൻബലത്തിൻ്റെ പുറത്ത് തന്നെയാണ് കർണൻ ദ്രോണാചാര്യരുടെ അടുത്ത് പാണ്ഡവരുടെയും കൗരവരുടെയും ഒപ്പം പഠിക്കാനും പോയത്. അതെ, പാണ്ഡവരുടെയും കൗരവരുടെയും ഒപ്പം പഠിക്കാൻ ദ്രോണാചാര്യരുടെ അടുത്ത് കർണനും പോയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം
കർണൻ കേട്ടിട്ടുണ്ടാവുന്ന ഒരു ചീത്തപ്പേരുണ്ടാവുമോ, അല്ലെങ്കിൽ കർണനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകുന്ന ഒരു പ്രയോഗം ഉണ്ടാവുമോ? അത് സൂതപുത്രൻ എന്ന് വിളിച്ച് കളിയാക്കിയതായിരിക്കത്തില്ല. കാരണം ഈ സൂതന്മാർക്കിടയിൽ ആദ്യം ആയോധന കല പഠിക്കാൻ പോയ ആളുകളിൽ ഒരാൾ കർണൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല ആളുകളും സൂതപുത്രൻ എന്ന് വിളിക്കുന്നതിന് പകരം കർണനെ പറഞ്ഞു വേദനിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ ഇതായിരിക്കാം. രാജാവിൻ്റെ മോൻ്റെ കൂടെ മണിയടിച്ച് കിടന്ന് അവൻ എല്ലാം ആസ്വദിക്കുക. മറ്റുള്ള സൂതന്മാർ ജീവിക്കുന്നതിനെക്കാട്ടി നല്ല രീതിക്കല്ലേ അവൻ ജീവിക്കുന്നത്. രാജകുമാരന്മാരോട് കളിക്കുന്നു, രാജകുമാരന്മാരോട് ഓരോ സ്ഥലത്ത് പോകുന്നു, രാജകുമാരന്മാർ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് പോകുന്നു, ഓസിനെല്ലാം അങ്ങ് തട്ടിയെടുക്കുക എന്നുള്ള സംസാരം ഉറപ്പായും കർണന് കേട്ടിട്ടുണ്ടാവണം. ഈ സംസാരത്തെ തുടർന്ന് ഇവരുടെയൊക്കെ മുന്നിൽ താൻ എന്തെങ്കിലുമാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ത്വര കർണന് ഉറപ്പായിട്ടും കുട്ടിക്കാലം മുതൽ തോന്നിയിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ ദുര്യോധനൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും കർണൻ കൂട്ടുനിന്നിട്ടുണ്ട്. ഒരു നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ കൂട്ടുകാരൻ ചെയ്യുന്ന എല്ലാത്തിനും കൂട്ടുനിൽക്കുക എന്നുള്ളതല്ല, കൂട്ടുകാരൻ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. ആ രണ്ടാമത് പറഞ്ഞ കാര്യം കർണന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പല സമയങ്ങളിലും. കാരണം എന്താണ്? എല്ലാവരുടെയും മുമ്പ് കർണൻ്റെ സാമർഥ്യം കർണന് തെളിയിക്കണം. അതിന് കർണൻ കണ്ടൊരു മാർഗം ചാമ്പ്യനെ തോപ്പിച്ച് ചാമ്പ്യനാവുക എന്നുള്ളതായിരുന്നു. അർജുനനെ തോപ്പിച്ച് ചാമ്പ്യനാവുക എന്നുള്ളത്. കാരണം അർജുനൻ വന്ന് കുറച്ചു കാലം കൊണ്ട് തന്നെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പഠിച്ചെടുത്ത് തൻ്റെ കഴിവും സാമർഥ്യവും തെളിയിച്ചു തുടങ്ങി ദ്രോണാചാര്യരുടെ പ്രീതിയും പിടിച്ചു പറ്റുന്നത് കർണൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ കർണൻ മനസ്സിലാക്കുകയാണ്, ഇവനെ പരാജയപ്പെടുത്തിയാൽ എൻ്റെ സാമർഥ്യം കൊണ്ടാണ് ഞാനിതെല്ലാം നേടിയെടുത്തതെന്ന് എല്ലാവരെയും കൊണ്ട് എനിക്ക് ഒറ്റയടിക്ക് പറയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയും, ഞാൻ ദുര്യോധനനെ മണിയടിച്ച് നടന്നിട്ട് മാത്രമല്ല എനിക്കിതെല്ലാം കിട്ടിയത്, എൻ്റെ സാമർഥ്യവും കൂടെ കൊണ്ടാണ്. ഈ ഒരു ചിന്ത, ഈ ഒരു തോട്ട് കർണനെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ പിന്നീട് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഇതിനൊക്കെ പുറമേ തനിക്ക് ജന്മം നൽകിയ തൻ്റെ അമ്മ കുട്ടിക്കാലത്തിൽ തന്നെ ഉപേക്ഷിച്ചു എന്നൊരു ചിന്ത, അതും കർണനിൽ അത്യാവശ്യം ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവണം. പക്ഷേ എന്നിരുന്നാൽ പോലും കർണന് അവസരങ്ങളുണ്ടായിരുന്നു വ്യത്യസ്തനാവാനായിട്ട്. എങ്ങനെയെന്നല്ലേ, കർണൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ കർണൻ ശ്രേഷ്ഠനായനെ. ഒറ്റയ്ക്ക് ദിഗ്വിജയത്തിനൊക്കെ പോയിട്ടുള്ള ആളാണ് കർണൻ. നമ്മുടെ ബോറി അത് റിമൂവ് ചെയ്തെങ്കിലും KMGയിലും വിദ്വാനിലും കർണൻ്റെ ദിഗ്വിജയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അത്രയും വീരനായിട്ടുള്ള ഒരാൾ, അയാൾ ഈ ഈഗോയും കൂടെ മാറ്റിയിരുന്നെങ്കിൽ എവിടെ എത്തേണ്ട ആളായിരുന്നു അല്ലേ? പുള്ളിക്കാരൻ ചെയ്യേണ്ടിയിരുന്നൊരു നല്ല കാര്യം ഉണ്ടായിരുന്നു. തൻ്റെ കുട്ടിക്കാലത്തിൽ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി, അതെൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ വളർന്ന ഈ കുലത്തിലുള്ള മറ്റാർക്കും, അറിവ് ആഗ്രഹിക്കുന്ന മറ്റൊരാൾക്കും എനിക്കുണ്ടായ ബുദ്ധിമുട്ടുണ്ടാവേണ്ടി വരരുത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ മണിയടിച്ച് നടന്നിട്ടാണ്, മറ്റുള്ളവരുടെ കഥ പാടി നടന്നിട്ടാണ് സൂതന്മാർ പണക്കാരായത് എന്നാരും പറയരുത്. എന്നെപ്പോലെ യോദ്ധാക്കളെ എനിക്ക് സൂതന്മാരിൽ സൃഷ്ടിച്ചെടുക്കണം എന്നൊരു ചിന്ത കർണന് വന്നിരുന്നെങ്കിൽ കർണൻ ശരിക്കും ഒരു ഗംഭീര കഥാപാത്രമായേനെ. കാരണം സൂതകുലത്തിൽ ആദ്യം ധനുർവേദം അഭ്യസിച്ച് അതിൽ എക്സ്പേർട്ടായി മഹാരഥി പട്ടം വരെ എത്തിയ ആളുകളിൽ ഒരാൾ കർണനാണ്. കർണൻ അവിടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയായിരുന്നു. ആളുകളെ പഠിപ്പിച്ച് ഒരു ആചാര്യനായി, ഒരു ഗുരുവായിരുന്നു കൊണ്ട് അതെല്ലാം പഠിപ്പിച്ച് പല ആളുകളെ ഉയർത്തിക്കൊണ്ടുവരായിരുന്നു. കർണൻ അത് ചെയ്തില്ല. മറിച്ച് തൻ്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട്, തൻ്റെ അഹംബോധം സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് താൻ പഠിച്ച അറിവ് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഉള്ളിൽ കൊണ്ടു നടന്ന മുറിവുകൾ അത് ഉണക്കുന്നതിന് പകരം അതിങ്ങനെ വെച്ച് പല ആളുകളോടും, വളരെ ഗുരുതുല്യരായിട്ടുള്ള ആളുകളോട് പോലും മോശമായ രീതിയിൽ കർണൻ സംസാരിക്കേണ്ടി വന്നു. അത് കാരണം കർണനും അപമാനങ്ങളും ഉണ്ടായി. അത് കർണൻ ഹീൽ ചെയ്യേണ്ട ഒന്നായിരുന്നു, പക്ഷെ കർണൻ അത് ചെയ്തില്ല. അടുത്തത് ദുര്യോധനൻ്റെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുമ്പോൾ അത് ഈഗോയോ അഹങ്കാരമോ ഒന്നുമല്ല, വാശിയായിരുന്നു. ഒരു കാര്യം വേണം എന്നാഗ്രഹിച്ചാൽ അതേത് വിധേനയും നേടിയെടുക്കുക എന്നുള്ള വാശി, അതൊക്കെ തനിക്ക് അർഹതപ്പെട്ടതാണ്. എന്തെല്ലാം താൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം തനിക്ക് അർഹതപ്പെട്ടതാണ്. ദുര്യോധനൻ വിവാഹം ചെയ്തേക്കുന്ന റാണിയുണ്ടല്ലോ, ഭാനുമതി എന്ന് പല സ്ഥലങ്ങളിലും പേര് പറയുന്നുണ്ടെങ്കിലും മഹാഭാരതത്തിൽ പേര് പറയുന്നില്ല. ആ രാജകുമാരിയെ പോലും ആഗ്രഹം തോന്നി കർണൻ്റെ ബലം ഉപയോഗിച്ചാണ് ആ പുള്ളിക്കാരിയെ സ്വന്തമാക്കിയിരിക്കുന്നത്. ദുര്യോധനൻ അനുഭവിച്ച അത്ര ഭൂമി അത് ശകുനിയുടെ ചതിപ്രയോഗത്തിലൂടെയാണ് ദുര്യോധനൻ നേടിയെടുത്തത്. പിന്നെ ദുര്യോധനൻ ഒരു യാഗം നടത്തിയപ്പോൾ ദിഗ്വിജയത്തിന് പോയ ദുര്യോധനനല്ല, കർണൻ്റെ ബലത്തിലാണ് ദുര്യോധനൻ പല ആളുകളെയും പിടിച്ചെടുത്തത്. അതുപോലെ അതിനു മുമ്പ് ദുര്യോധനന് നേരെ ആരും ചെറുവിരൽ പോലും അനക്കാതിരുന്നത് ഭീഷ്മരെന്ന് പറയുന്ന ഒരു വൻ വൃക്ഷത്തിന് കീഴിൽ നിൽക്കുന്നുകൊണ്ടാണ്. അപ്പോൾ തൻ്റെ നേട്ടങ്ങൾക്ക് പല ആളുകളെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു നേച്ചറും ദുര്യോധനനുണ്ട്. പിന്നെ ഞാൻ പിടിവാശിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇന്ദ്രപ്രസ്ഥം പോയി കണ്ട് പാണ്ഡവർ അവരുടെ അധ്വാനം കൊണ്ട് നിർമ്മിച്ചെടുത്ത ആ ഒരു പ്രതാപം കണ്ടിട്ട് വന്നിട്ട് ഹസ്തനാപുരത്ത് കിടന്ന് കരയുവായതേ, എനിക്കത് വേണം, അത് അവന്മാർ ആസ്വദിക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല, അസൂയ. അവന്മാർ ഇത്ര അടിപൊളിയായിട്ട് ജീവിക്കുന്നത് എനിക്കിത് കണ്ടുകൊണ്ടൊന്നും ഇരിക്കാൻ വയ്യ
എന്നും പറഞ്ഞുള്ള ദുര്യോധനൻ്റെ കരച്ചിൽ കണ്ടിട്ടാണ് ശകുനി ഈ കടന്ന കൈ പ്രയോഗം നടത്തിയത്, പകിടകളി. പിന്നെ നമ്മുടെ യുധിഷ്ഠിരനുണ്ടല്ലോ അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് പകിട, ഇന്ന് ഞാൻ ഇവരെ പണയം വെച്ചെന്ന് പറഞ്ഞ് കൊടുക്കാൻ യുധിഷ്ഠിരൻ തയ്യാറായിട്ട് നിന്നുകൊണ്ട് വലിയ പാടൊന്നും ഇല്ലായിരുന്നു ശകുനിക്ക് ജയിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ദുര്യോധനൻ്റെ ഈ ഒരു നേച്ചർ ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? കാരണം കുട്ടിക്കാലത്തിലേക്ക് പോകുമ്പോൾ ദുര്യോധനൻ എന്താഗ്രഹിച്ചാലും അത് സ്വർണ്ണ പാത്രത്തിൽ വെച്ച് മുമ്പ് കൊണ്ട് കൊടുക്കാനായിട്ട് ആളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ശരിയും തെറ്റും ദുര്യോധനന് പറഞ്ഞു കൊടുക്കുന്നതിനെ കാട്ടി കൂടുതൽ ദുര്യോധനൻ ചെയ്തതിനെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. എന്ത് തോന്നിവാസം കാണിക്കാൻ നിന്നാലും കൂട്ടു നിൽക്കാനൊരു സഹോദരൻ, ഒരു കൂട്ടുകാരൻ, ഒരു മാമനും. ഈ ശകുനിയും കർണനും കൂടെ ദുര്യോധനന് നേർവഴി പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ദുര്യോധനൻ ടോപ്പാകേണ്ട ആളായിരുന്നു. പക്ഷേ എന്താ ഉണ്ടായേ? പിന്നെ അത് മാത്രമല്ല, ദുര്യോധനനും ഒരു റെസ്പോൺസിബിലിറ്റി കാണിച്ചില്ല. എമ്പതി എന്ന് പറയുന്നൊരു ക്വാളിറ്റി ദുര്യോധനൻ കാണിച്ചിട്ടില്ല. അതായത് ഞാനിങ്ങനെ ചെയ്താൽ എതിരെ നിൽക്കുന്നവർക്ക് എന്തു തോന്നും, ആ ഒരു ചിന്ത ചില സമയത്ത് ദുര്യോധനൻ കാണിച്ചിരുന്നെങ്കിൽ, ഞാൻ എല്ലാം എനിക്ക് എന്നൊരു ചിന്തയിൽ നിന്നൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ പുള്ളിക്കാരന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമായിരുന്നു. അത് ദുര്യോധനൻ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ദുര്യോധനൻ്റെ ഈ ഒരു നേച്ചർ കാരണമാണ് ദുര്യോധനന് പല പ്രശ്നങ്ങളും ഉണ്ടായത്. അടുത്ത ദുശാസനൻ, മരപ്പാവ എന്ന് വേണം പറയാൻ. മരപ്പാവ, ചേട്ടൻ്റെ കയ്യിലെ നൂലിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം. അത് മാത്രമായിരുന്നു ദുശാസനൻ. സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു മാന്യതയും ദുശാസനൻ കാണിച്ചിരുന്നില്ല. ചേട്ടൻ എന്ത് പറയുമോ അത് ശരി. ചേട്ടൻ പറയുകയാണ് രാവിലെ ഉദിക്കുന്ന ചന്ദ്രനാണ്, അപ്പോൾ സൂര്യ ഉദിക്കുമ്പോൾ വേണം ദുശാസനൻ ചെന്നിട്ട് ഹായ് ചന്ദ്രൻ എന്ന് വേണം നോയിക്കൊണ്ടിരിക്കും. സ്വന്തം പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു എഫേർട്ട് ദുശാസനൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും അത് ശരി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ, ചേട്ടൻ കാണിക്കുന്ന എല്ലാത്തിനും അങ്ങ് കൂടെ നിൽക്കുക. എന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പോണതിന് മുമ്പ് വികർണനെ പോലെ ഒന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യം ദുശാസനൻ കാണിച്ചിട്ടില്ല. കാര്യം എന്താണ്? ഈ ചേട്ടൻ തന്നെയാണ്. പുള്ളിക്കാരൻ വളർന്നു വരുന്ന സമയത്ത് കാണുന്ന ചേട്ടനെ ആരും ഒന്നും പറയുന്നില്ല, അപ്പോൾ ചേട്ടൻ്റെ കൂടെ അങ്ങ് നിൽക്കുക, ചേട്ടൻ പറയുന്നതല്ല അതുപോലെ അങ്ങ് അനുസരിച്ച് കളയാം. പക്ഷേ വളർന്നു വന്നൊരു ബോധം വയ്ക്കുന്ന പ്രായമാകുമ്പോൾ ദുശാസനൻ മാറി ചിന്തിക്കണമായിരുന്നു. എന്നും ചേട്ടൻ്റെ കുടയ്ക്ക് കീഴിൽ മാത്രം നിന്നാൽ മതിയോ? ഞാനെന്ന വ്യക്തിയെ ഞാൻ ഡെവലപ്പ് ചെയ്യണ്ടേ? ദുശാസനൻ ചെയ്തില്ല. ദുശാസനൻ കാലിബറുള്ള ഒരാളായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ എപ്പോഴോ ദുശാസനൻ്റെ സാരഥി വധിക്കപ്പെടുമ്പോഴത്തേക്കും ദുശാസനൻ രഥം കൺട്രോൾ ചെയ്തുകൊണ്ട് അസ്ത്രം അയക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാലിബറുള്ള ആളായിരുന്നു. സ്വയം ദുശാസനനെയും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ ആളെങ്ങനെ പോകേണ്ട ആളായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ആകേണ്ട ആളായിരുന്നു എന്ന് പറയേണ്ട ആളുകളാണ് കൂടുതൽ. അപ്പോൾ ധൃതരാഷ്ട്രപുത്രന്മാരും കൗരവരുടെയും സൈഡിൽ ഇത്ര പേരെ നോക്കാം. ഇനി നമുക്ക് പാണ്ഡവന്മാരിലേക്ക് പോകാം. യുധിഷ്ഠിരൻ. ദ്രൗപദി അനുഭവിച്ച എല്ലാ ദുഃഖത്തിനും കാരണക്കാരൻ ഈ യുധിഷ്ഠിരനാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്? ധർമ്മം എന്ന് പറയുന്ന സംഭവത്തിൽ അത്രയും ഒബ്സസീവായിട്ട് ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് യുധിഷ്ഠിരന് പല സന്ദർഭങ്ങളിലും മിണ്ടാതിരിക്കേണ്ടി വന്നതും പല പ്രശ്നങ്ങളുണ്ടായതും. കൃഷ്ണൻ പറയുന്നുണ്ട്, സ്വധർമ്മത്തെ പരിത്യജിച്ച് ലോകനന്മ കണ്ടുകൊണ്ട് ധർമ്മം ഫോളോ ചെയ്യണം. അത് യുധിഷ്ഠിരൻ ചെയ്തിരുന്നില്ല, ഭീഷ്മരും ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് ഇത്ര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് യുധിഷ്ഠിരൻ ഈ ധർമ്മത്തിൽ ഇത്രയും ഒബ്സസ്ഡായി? അതറിയാനായിട്ട് യുധിഷ്ഠിരൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോകേണ്ടി വരുന്നു. യുധിഷ്ഠിരനെ പാണ്ഡു വളർത്തിയത് ഒരു രാജകുമാരൻ, ഒരു മനുഷ്യൻ എന്നതിലൊക്കെ ഉപരി ഒരു രാജാവായിട്ടായിരുന്നു. ധർമ്മിഷ്ഠനായിട്ടുള്ള, ജനങ്ങളുടെ ക്ഷേമവും രാജ്യത്തിൻ്റെ നന്മയും മാത്രം ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് യുധിഷ്ഠിരനെ വളർത്തിക്കൊണ്ടുവന്നത്. തൻ്റെ അച്ഛൻ എങ്ങനത്തെ ഒരു രാജാവായിരുന്നുവെന്ന് യുധിഷ്ഠിരൻ കേട്ടറിയുന്നു. അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ രാജാവായിട്ട് കൂടി എന്തുകൊണ്ട് കാട്ടിലേക്ക് വന്നു എന്ന് കേട്ടറിയുന്നു. അപ്പം ത്യാഗം ചെയ്തു, ധർമ്മത്തിന് വേണ്ടി ത്യാഗം ചെയ്തതുകൊണ്ടാണ് അച്ഛൻ കാട്ടിൽ വന്ന് താമസിക്കുന്നത്. ആ അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ട് വന്നപ്പോൾ യുധിഷ്ഠിരൻ ധർമ്മത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യണം, എത്രത്തോളം മിണ്ടായിരിക്കാമോ അത്രത്തോളം മിണ്ടായിരിക്കണം എന്നൊരു രീതിക്ക് ഒബ്സസ്ഡായി. തൻ്റെ അച്ഛൻ, തൻ്റെ മുതിർന്നവർ, അവർ ധർമ്മത്തെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ വിഴുങ്ങി, അതേപോലെ തന്നെ പെരുമാറാൻ ശ്രമിച്ചത് കൊണ്ടാണ് യുധിഷ്ഠിരനെ ഞാൻ ഉൾപ്പെടെ ആളുകൾ കുറ്റം പറയുന്നത്. യുധിഷ്ഠിരൻ ഒരുപാട് ഭരണപരിഷ്കാരങ്ങളും കാര്യങ്ങളും എല്ലാം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ധർമ്മത്തിൽ ഇത്രയും അന്ധമായിട്ട് ഫോളോ ചെയ്തതുകൊണ്ട്, സ്വധർമ്മത്തെ അത്രത്തെയും മുറുക്കി പിടിച്ചിരുന്നത് കൊണ്ട് തൻ്റെ കൂടെയുള്ള പല ആളുകൾക്കുമുണ്ടായ അനീതികൾക്കും അക്രമങ്ങൾക്കും യുധിഷ്ഠിരനും ഉണ്ടായിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മഹാരഥി അർജുനൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ധനുർധാരി അല്ലേ, ധനുസ്. രണ്ടാമത് നമുക്ക് ഓർമ്മ വരുന്നത് സെൻറ്റിമെൻറ്റ്സ്. അർജുനൻ്റെ ജീവിതത്തിൽ അർജുനൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വിഷമങ്ങളും ചീത്തപ്പേരുകളും ഒക്കെ അർജുനന് സമ്പാദിച്ചു കൊടുത്തത് അർജുനൻ അസ്ഥാനത്ത് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നതുകൊണ്ടാണ്. ഈ സെൻറ്റിമെൻറ്റ്സ് കാരണം അർജുനന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഈ ഒരു യുദ്ധം ഇത്രയും നീണ്ടുപോയതും
അതുപോലെ തന്നെ പാണ്ഡവ പക്ഷത്തിലുള്ള ഒരുപാട് പേരെ കുരുതിക്ക് കൊടുത്തതും ഒരു കണക്കിന് പറഞ്ഞാൽ അർജുനനും കാരണക്കാരനാണെന്ന് പറയേണ്ടി വരും. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു സത്യപ്രതിജ്ഞ എടുക്കുകയാണ്, ഞാൻ ഇത്ര ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിക്കൂല, പല ശക്തമായിട്ടുള്ള ദിവ്യാസ്ത്രങ്ങൾ യമകണ്ട് അതൊന്നും പ്രയോഗിക്കൂല എന്നൊരു സത്യവും എടുത്ത്. മിക്കവാറും യുധിഷ്ഠിരൻ ചിന്തിച്ചു കാണും, പൊന്നും മോനെ പിന്നെ എന്തിനാടാ നീ ഇതെല്ലാം മേടിച്ചത് എന്നുറപ്പായിട്ട് യുധിഷ്ഠിരൻ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിജ്ഞ, ഇമോഷൻസിൻ്റെ പുറത്ത് പ്രതിജ്ഞ എടുക്കുക, ഇങ്ങനത്തെയൊക്കെ നേച്ചർ അർജുനൻ ഒരുപാടുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണ്? കുട്ടിക്കാലം തൊട്ട് നോക്കിയാൽ മതി, അർജുനൻ ചെറുപ്പക്കാലം മുതലൊരു പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ഗുഡ് ബോയ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എല്ലാ മുതിർന്നവരെയും സന്തോഷിപ്പിക്കുക, പിതാമഹനെ സന്തോഷിപ്പിക്കുക, ഗുരു ദ്രോണാചാര്യരെ സന്തോഷിപ്പിക്കുക. എനിക്ക് നിങ്ങളെക്കൊണ്ടൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിയിൽ എന്താണെന്ന് പോലും ചോദിക്കുക, അത് പിതാമഹ, അത് ഗുരുനാഥ, അത് ഞാൻ നേടിത്തരാം എന്നാ പറഞ്ഞേ. സെൻറ്റിമെൻറ്റ്സ്. നമ്മൾ പീപ്പിൾ പ്ലീസിങ് സ്വഭാവം ഉണ്ടായാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും, ഒരാൾ നമ്മളെ എതിർക്കാൻ വന്നാൽ പോലും, ഒരാൾ നമ്മളോടൊരു മര്യാദകൾ കാണിച്ചാൽ പോലും അതിനെ എതിർത്ത് സംസാരിക്കാൻ നമ്മൾ ധൈര്യം കാണിക്കത്തില്ല. അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്താണ്? എല്ലാവരുടെയും ചെണ്ടയാവും. അർജുനൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇന്നും 25 പുഷപ്പ് നേരെ എടുക്കുക അറിഞ്ഞൂടാത്തവന്മാർ അർജുനന് കഴിവില്ല എന്ന് പറയുന്നത്. പക്ഷേ നിവാതകവചന്മാർ, അജയ്യന്മാരായിട്ടുള്ള നിവാതകവചന്മാരെ പോലും ജയിച്ച, പൗലോമകാലകയന്മാരെ ജയിച്ച അർജുനനാണ്. പുള്ളിക്കാരൻ വിചാരിച്ചാൽ പുള്ളിക്കാരൻ ഉറപ്പായിട്ട് ഏത് യുദ്ധവും ജയിക്കാൻ പറ്റും. പക്ഷേ പുള്ളിക്കാരൻ എന്താ? സെൻറ്റിമെൻറ്റ്സ്, വികാരങ്ങൾക്ക് അടിമപ്പെട്ടു. അതുപോലെ തന്നെ അർജുനൻ്റെ ചേട്ടനായിട്ടുള്ള യുധിഷ്ഠിരനുള്ളതുപോലെ ധർമ്മത്തെ ഒരു പരിധിവരെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നൊരു സ്വഭാവം അർജുനനുണ്ട്. അത് കാരണം അർജുനൻ്റെ കൂടെയുള്ള പല ആളുകൾക്കും ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അർജുനൻ്റെ ഒരു പോരായ്മയാണ്. അതിൻ്റെ കാരണം ഇതാണ് പീപ്പിൾ പ്ലീസിങ്. അപ്പോൾ ഇതൊക്കെ ഈ കാലഘട്ടത്തിലുള്ള ഒരു ഗുണപാഠം എന്നുള്ള രീതിക്ക് ഞാൻ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ എനിക്ക് വായിച്ച് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത നകുല സഹദേവന്മാർ. നേരത്തെ ദുശാസനൻ്റെ കാര്യം പറഞ്ഞതുപോലെ ശക്തരായിട്ടുള്ള 3 ചേട്ടന്മാർ, ഇവരുടെ കീഴിൽ അവരെന്ത് പറയുമോ അതും കേട്ട് നടന്ന 2 പേര്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇവരുടെ ഹീറോയിസം കാണിക്കാനുള്ള സ്പേസ് അവർക്ക് കുറഞ്ഞു. നമ്മൾ കൂടുതലും പറയുന്നത് ആ 3 പാണ്ഡവരെ കുറിച്ചാണ്. പിന്നെ നകുല സഹദേവന്മാരിൽ കുറച്ച് മെച്ചം സഹദേവനാണ്. ഇനി അടുത്തത് ഭീമൻ. മഹാഭാരതത്തിലുടനീളം ഫേമസ് ആയിട്ടുള്ളത് ഭീമൻ്റെ ദേഷ്യമാണ്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഭീമൻ്റെ ദേഷ്യം. ഭീമൻ എന്ന് പറയുമ്പോഴത്തേക്കും ഭീമന് പക്ഷേ നേരത്തെ പറഞ്ഞ ഒരു ദുഷിയിലും ഭീമനില്ല. ധർമ്മമൊന്നും പറഞ്ഞ് എപ്പോഴും കെട്ടിപ്പിടിച്ചിരിക്കത്തില്ല. സാഹചര്യം അനുസരിച്ച് ഭീമനത് മാറ്റുന്നുണ്ട്, കൃഷ്ണനെ പോലെ. അത് ഭീമനുള്ളൊരു ഗുണമാണ്. സാഹചര്യം അനുസരിച്ച് ധർമ്മം ഉപയോഗിക്കുന്ന സ്വഭാവം. പക്ഷേ എടുത്തുചാട്ടം, ദേഷ്യം, മുൻകോപം, ഇതൊക്കെ കാരണം ഭീമന് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു സാഹചര്യത്തിൽ ഭീമനെ രക്ഷിക്കാൻ ദൃഷ്ടദ്യുമ്നന് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നാരായണാസ്ത്രം വന്നപ്പോൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം ഭീമനില്ല. എനിക്കാരും വേണ്ട, എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തോളും എന്നുള്ള ആ ഒരു വാശി, ആ ഒരു എന്താ പറയുക, ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള ഒരു താല്പര്യക്കുറവ്. ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക്നെസ് ആയിട്ട് കാണുന്ന സ്വഭാവം. അത് കാരണം നാരായണാസ്ത്രം വന്ന സമയത്ത് ഒരുപാട് പ്രശ്നം ഭീമൻ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? കൃഷ്ണൻ അവസാനം ഇറങ്ങി വന്ന് പുള്ളിക്കാരനെ വലിച്ചു താഴെ ഇറക്കേണ്ടി വന്നു. അത് ഭീമൻ്റെ ആ ഒരു സ്വഭാവം കാരണമാണ്. പിന്നെ ഭീമന് മറ്റൊരു പോരായ്മയുണ്ട്. ചില കാര്യങ്ങളങ്ങ് മറന്നു കളയണം, ചില വേദനകളങ്ങ് വിട്ടുകളയണം. ഇതങ്ങനെയല്ല. പണ്ട് മുതലേ ഉള്ള വേദന ഇങ്ങനെ ഓർത്തോർത്തോർത്ത് വെച്ചേക്കും. അതിങ്ങനെ ദിവസവും, അതായത് ഒരു മുറിവുണ്ടായാൽ ആ മുറിവിനെ തൊടാതിരുന്നാലല്ലേ അത് വ്രണമാവാതെ ഉണങ്ങുള്ളൂ. ഈ പുള്ളിക്കാരൻ അങ്ങനെയല്ല. ഭീമൻ എന്ന് പറയുമ്പോൾ ഓർമ്മയാൽ ശപിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഭീമൻ. വേദനിക്കുന്ന ഓർമ്മകളും ഭീമൻ ഓർത്തുകൊണ്ടിരിക്കും. അത് കാരണം ഓരോന്ന് കാണിക്കും. പിന്നെ ഭീമൻ്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് ഭീമൻ ഈ കളിച്ചിരുന്ന സമയത്ത് കൗരവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിൽ വെച്ചിട്ട് ചെയ്തതല്ല, അത് മനഃപൂർവ്വം അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തതുമല്ല, കളിക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. പുള്ളിക്കാരൻ അവിടെ പുള്ളിക്കാരൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിയന്ത്രിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് കാരണമാണ് ദുര്യോധനന് പാണ്ഡവരടുത്ത് ദേഷ്യം വന്നതെന്ന്. ഒരിക്കലുമല്ല. അടുത്ത പേജിൽ വ്യക്തമായി പറയുന്നുണ്ട് ദുര്യോധനൻ്റെ അത്യാഗ്രഹം കൊണ്ട് തന്നെയാണെന്ന്. കാരണം യുധിഷ്ഠിരൻ സിംഹാസനം എടുക്കാൻ വന്നു, ഇല്ല, ആ സിംഹാസനം തനിക്ക് തന്നെ വേണം, അതിന് ഈ 5 എണ്ണത്തിനെയും തട്ടിക്കളയണം. 5 എണ്ണത്തിനെയും തട്ടിക്കളയണമെങ്കിൽ ആദ്യം ഭീമനെ തട്ടണം, കാരണം ഭീമനാണ് അവരെ സംരക്ഷിക്കുന്നത്. പക്ഷേ അത് കാരണം തുടരെ ഭീമനെ കൊല്ലാനായിട്ട് ശ്രമിച്ചിരുന്നപ്പോൾ കാരണം എന്താണ്? ഭീമൻ്റെ ബലം കാരണം, ഭീമൻ്റെ ശക്തി കാരണം എല്ലാവരും ഭീമനോട് പറയും നീയാണ് ശക്തൻ, നീയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്. പാണ്ഡുവും പറഞ്ഞിട്ടുണ്ടാവും മോനെ നീ ശക്തനാണ്, നീയാണ് ഞാനില്ലാത്തപ്പോൾ കുടുംബം നോക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കേട്ട് ഇതിൻ്റെ പുറമെ ഭീമനെതിരെ എന്ത് ആക്രമണം ഉണ്ടായാലും എല്ലാവരും പറഞ്ഞ് അതങ്ങ് മറന്നുകളോ, ഒന്നും ചെയ്യല്ലേ എന്ന് പറയുന്നതും കേട്ട് ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെ ഭീമൻ്റെ ഉള്ളിൽ ഒരു ഒബ്സസീവ് പ്രൊട്ടക്ടർ മെൻറ്റാലിറ്റിയും അതുപോലെ തന്നെ
ഒരു ദേഷ്യം, ഒരു ഡിഫെൻസ് മെക്കാനിസം പോലെയും കയറി വന്നു. അതൊരു അൺഹീൽഡ് ട്രോമയിൽ നിന്നുണ്ടായ ദേഷ്യമാണ്. അപ്പോൾ ഇത്രയും നേരം ഞാനിവിടെ പറഞ്ഞ എനിക്ക് മഹാഭാരതം വായിച്ചിട്ട് മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ പെരുമാറുന്നു, അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ അവർ എക്സ്പീരിയൻസ് ചെയ്ത ഓരോ കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഇതൊരു ജസ്റ്റിഫിക്കേഷൻ ആണോ? അല്ല. ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ശരികളുണ്ട്, ഞാൻ ഇങ്ങനെ പെരുമാറുള്ളൂ കാരണം ഞാനിതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് ജീവിക്കാൻ നിന്നാൽ അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഒരു മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിനെ കുത്തി ഇളക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ ഹീൽ ചെയ്യുക ചെയ്യേണ്ടത്, അല്ലേ? ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ അനുഭവങ്ങൾക്ക് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്ക് നമ്മളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളൊന്നും ചെയ്തു കൂട്ടിയിട്ടില്ല, നമ്മളതൊക്കെ അനുഭവിച്ചതാണ്. പക്ഷേ വിവരം വയ്ക്കുന്ന പ്രായം തൊട്ട് നമ്മൾ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാനായിട്ട് ശ്രമിക്കണം. ഉണ്ടായ വേദനകളെല്ലാം മാറ്റങ്ങൾക്കുള്ള കാറ്റലിസ്റ്റാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ച 2 പേരുണ്ട് മഹാഭാരതത്തിൽ. ഒന്ന് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് ഈ പറഞ്ഞ ആളുകളെയൊക്കെ കാട്ടിയും ബെറ്ററാണ് ആ കാര്യത്തിൽ. തൻ്റെ ജീവിതത്തിൽ യുദ്ധത്തിൻ്റെ അവസാനം ആ രാത്രിയിൽ കയറി കുറച്ച് കടന്ന പരിപാടി അശ്വത്ഥാമാവ് കാണിച്ചു. അത് മാറ്റി നിർത്തിയാൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവും തൻ്റെ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഈ കർണനും ദുര്യോധനനും ദുശാസനനുമൊക്കെ അനുഭവിക്കാത്ത ദാരിദ്ര്യം അത് അശ്വത്ഥാമാവ് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അശ്വത്ഥാമാവ് ഒരുപക്ഷെ പല കളിയാക്കലുകളും സഹിച്ചിട്ടുണ്ടാവാം. തൻ്റെ അച്ഛനെ ദ്രുപദൻ അപമാനിക്കുന്ന അശ്വത്ഥാമാവ് അറിഞ്ഞപ്പോൾ അശ്വത്ഥാമാവിന് വിഷമമുണ്ടായിട്ടുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ദ്രോണർ ഹസ്തിനപുരത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ജോലിക്കാരനായതുകൊണ്ടാണ് ഇത്രയും സമ്പത്ത് പിന്നീട് ദ്രോണർക്കുണ്ടായത്. ദ്രോണർക്ക് പാഞ്ചാലത്തിൻ്റെ പകുതി കിട്ടിയതും അശ്വത്ഥാമാവിൽ അതിൽ അധികാരം വന്നതും എല്ലാം ദ്രോണരുടെ ശിഷ്യന്മാരുടെ കൈക്കരുത്ത് എന്ന് പല ആളുകളും പറയാൻ ആളുകളുണ്ടാവുമല്ലോ. അതൊക്കെ അശ്വത്ഥാമാവും കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഇതെല്ലാം തൻ്റെ ഉള്ളിൽ ഒരു അപകർഷതാബോധമായി മാറ്റുന്നതിന് പകരം തൻ്റെ ഉള്ളിലുണ്ടായ വേദനകളും അപമാനവും നെഗറ്റീവ് എനർജിയും എല്ലാം അശ്വത്ഥാമാവ് പരിവർത്തനപ്പെടുത്തി പോസിറ്റീവ് എനർജിയാക്കി അറിവ് നേടുന്നതിലും തൻ്റെ സാധനയിലോട്ടും തൻ്റെ ഉപാസനയിലോട്ടും അതുപോലെ ഒരു നല്ല ഗുരുവാകാനായിട്ടുള്ള തൻ്റെ പരിശ്രമത്തിലോട്ടും ഒരു യോഗിയാകുന്നതിലോട്ടും കൊണ്ടുപോയി. അശ്വത്ഥാമാവ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മഹാഭാരതത്തിന് പുറത്ത് അശ്വത്ഥാമാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തന്ത്രമുണ്ടല്ലോ, തന്ത്രം. ഒരു വലിയ താന്ത്രികനാണ് അശ്വത്ഥാമാവ്. തന്ത്രത്തിൽ ഇപ്പോഴും അശ്വത്ഥാമാവ് ഭാഗമായിട്ടുള്ള ഗുരുപരമ്പരകളുണ്ട്. തന്ത്രത്തിൽ 6 ആമ്നായങ്ങളുണ്ട്. ഈ 6 ആമ്നായങ്ങളിലും പൂർണ്ണ ദീക്ഷ കിട്ടിയിട്ടുള്ള ആളാണ് അശ്വത്ഥാമാവ്. മഹാസാമ്രാജ്യാധിപതി എന്ന് പറയുന്ന പദവിയുള്ള ആളാണ് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവിന് പ്രതിയോഗിയെ വീഴ്ത്താനായിട്ട് ആയുധം എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്നും അശ്വത്ഥാമാവ് അതൊന്നും പ്രയോഗിച്ചു കാണുന്നില്ല. തൻ്റെ മനസ്സിന് മേലുള്ള നിയന്ത്രണമാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ക്രിയായോഗയിലും അശ്വത്ഥാമാവ് ഗുരുവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നു അശ്വത്ഥാമാവ്. നിഗൂഢ ശാസ്ത്രങ്ങളിൽ അഗ്രഗണ്യനായെന്ന് പറഞ്ഞു. അതായത് പാണ്ഡവരും കൗരവരും ധനുർവേദം പഠിക്കുന്ന സമയത്ത് അതിൻ്റെ മെജോറിറ്റിയും അശ്വത്ഥാമാവ് പഠിച്ചു കഴിഞ്ഞു. പിന്നീട് അശ്വത്ഥാമാവ് സ്വയം റിസർച്ച് ചെയ്ത് ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ജ്ഞാനം കൊണ്ട് തൻ്റെ ആ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നിന്ന് തന്നെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അശ്വത്ഥാമാവ്. എന്താണ്? ഉണ്ടായ വേദനകൾ തൻ്റെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനായിട്ടുള്ള ഇന്ധനമായിട്ട് അശ്വത്ഥാമാവ് യൂസ് ചെയ്തു. കർണൻ ചെയ്യേണ്ടിയിരുന്ന ശനി, സൂതന്മാരെ പഠിപ്പിച്ച് അവരെയും ബെറ്ററാക്കുക എന്ന് കർണൻ ചെയ്യേണ്ടിയിരുന്നതും ചെയ്യാതിരുന്നതുമായിട്ടുള്ള കാര്യം അശ്വത്ഥാമാവ് ചെയ്തിട്ടുണ്ട്. ഏത് കുലത്തിൽപ്പെട്ടവനും, അതിപ്പോൾ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആരായാലും ഏത് കുലത്തിൽപ്പെട്ടവനും അശ്വത്ഥാമാവിൻ്റെ അടുത്ത് പഠിക്കാൻ വന്നാൽ അശ്വത്ഥാമാവ് പഠിപ്പിക്കുമായിരുന്നു. അറിവ് തനിക്കും ഇന്ന ആളുകൾക്കും മാത്രം സ്വന്തമെന്നല്ല അശ്വത്ഥാമാവ് വിചാരിച്ചിരുന്നത്, മറ്റുള്ളവരിലേക്കും അറിവ് പകർന്നു കൊടുക്കുമായിരുന്നു. അപ്പോൾ അശ്വത്ഥാമാവ് തൻ്റെ ഉള്ളിലുണ്ടായ വിഷമങ്ങളെല്ലാം ഹീൽ ചെയ്ത ഒരാളാണെന്ന് പറയണം. പക്ഷേ തൻ്റെ അച്ഛൻ മരിച്ചു പോയതിന് ശേഷം പിടിവിട്ടുപോയി. എന്നിരുന്നാൽ പോലും ആ സമയവും യുദ്ധം അവസാനിപ്പിക്കാനായിട്ടും ശേഷിക്കുന്ന ആളുകളെങ്കിലും ജീവനോടെ ജീവിക്കട്ടെ, സമാധാനമായിട്ട് ജീവിക്കട്ടെ എന്നുള്ള ഒരു നല്ല ഉദ്ദേശം, ആ ഒരു നല്ല ഉദ്ദേശത്തിൻ്റെ പുറത്ത് ദുര്യോധനനെ പറഞ്ഞ് മനസ്സിലാക്കി യുദ്ധം അവസാനിപ്പിക്കാനും അശ്വത്ഥാമാവ് ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം ആ ഒരു ക്യാരക്ടറിൻ്റെ ഗുണമാണ് കാണിക്കുന്നത്. പക്ഷേ അവസാനമായപ്പോൾ പിടിവിട്ടുപോയി അശ്വത്ഥാമാവിന്. ആ ഒരൊറ്റ പേര് പറഞ്ഞാണ് ഇന്നും അശ്വത്ഥാമാവിനെ കുറ്റം പറയുന്നത്. ഒരുപാട് ക്വാളിറ്റി അശ്വത്ഥാമാവിനുണ്ട്. ഇനി മഹാഭാരതത്തിലെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കൃഷ്ണൻ, വാസുദേവൻ ശ്രീകൃഷ്ണൻ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സകലമായ ബുദ്ധിമുട്ടുകളും ശ്രീകൃഷ്ണസ്വാമി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. വാസുദേവൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു തുടങ്ങിയ ആളാണ്.
കൃഷ്ണൻ അനുഭവിച്ചതുപോലെ ദുഃഖങ്ങൾ പാണ്ഡവരും കൗരവരും അനുഭവിച്ചിട്ടില്ല. പക്ഷേ കുട്ടിക്കാലം മുതലേ കൃഷ്ണനുണ്ടായ ദുഃഖങ്ങളെയെല്ലാം കൃഷ്ണൻ പേഴ്സണലായിട്ട് എടുക്കാതെ അതെല്ലാം തൻ്റെ ജീവിതത്തിൽ തന്നെ ബെറ്ററാക്കാനുള്ള കാറ്റലിസ്റ്റായിട്ട് കൃഷ്ണൻ കണ്ടു. കൃഷ്ണന് വേദനയും ദുഃഖവും ഉണ്ടായപ്പോൾ കൃഷ്ണനെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാനായിട്ട് യോഗാഭ്യാസം നടത്തിയെന്ന് നമുക്ക് പറയാം. കൃഷ്ണൻ ഒരു മഹായോഗിയല്ലേ. ഇപ്പോൾ ഭീമന് ഒരുപാട് തുടരെ ഭീമന് നേരെ വധശ്രമം ഉണ്ടായി. പക്ഷേ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് കൃഷ്ണന് വധശ്രമം ഉണ്ടായിട്ടുണ്ട്. ആ കഥകളൊക്കെ കേട്ടാണ് കൃഷ്ണൻ വളർന്നത്. പക്ഷേ കൃഷ്ണൻ്റെ പേഴ്സണൽ വെൻഡേറ്റ അതിൻ്റെ പുറത്ത് ആക്ട് ചെയ്യുന്നതിന് പകരം അതൊരു ലോക നന്മയ്ക്ക് കാരണമാകുമ്പോൾ മാത്രമാണ് കൃഷ്ണൻ അത് ഇറങ്ങി ചെയ്തിരുന്നത്, അല്ലേ? പിന്നെ എനിക്ക് മുൻപിൽ എല്ലാവരും മുട്ടുകുത്തണം എന്നുള്ള ആ ഒരു പിടിവാശിയും ഈഗോയും കൃഷ്ണനില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരെ ജരാസന്ധൻ ആക്രമിച്ചപ്പോൾ ഇവിടെ നിന്ന് കൃഷ്ണൻ പോയാൽ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി എന്ന് നാട്ടുകാർ പറയുമെന്ന് അറിഞ്ഞിട്ടുകൂടി കൃഷ്ണൻ്റെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയത്. അവിടെ സ്വന്തം ഈഗോ മാറ്റി വെച്ചിട്ട് ലോകനന്മ കൃഷ്ണൻ നോക്കി. അതുപോലെ തന്നെ പീപ്പിൾ പ്ലീസർ അല്ല കൃഷ്ണൻ, പക്ഷേ കൃഷ്ണനെ പ്രിയവാക്കെന്നാണ് പറയുന്നത്. എല്ലാവരോടും നല്ല ഭാഷയിലേ കൃഷ്ണൻ സംസാരിക്കാറുള്ളൂ, പക്ഷേ പീപ്പിൾ പ്ലീസർ അല്ല. ധർമ്മത്തെ അപ്ഹോൾഡ് ചെയ്യുന്ന ആളാണ് കൃഷ്ണൻ. പക്ഷേ ധർമ്മപുത്രരെ പോലെയും ഇദ്ദേഹത്തെ പോലെ ഭീഷ്മരെ പോലെയും അന്ധമായി ധർമ്മത്തെ വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൽ പരിവർത്തനം വരുത്തും. ചില സമയങ്ങളിൽ ലോകനന്മയ്ക്ക് വേണ്ടി തൻ്റെ സ്വധർമ്മത്തെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നാൽ കുഴപ്പമില്ല, ഞാൻ ലോകനന്മയെ നോക്കുന്നുള്ളൂ എന്നും പറഞ്ഞ് കൃഷ്ണൻ ഇറങ്ങി ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്നത് മാത്രമാണ് ശരി എന്ന ചിന്ത കൃഷ്ണനില്ല. എന്ത് സംഭവിക്കുമെന്ന് കൃഷ്ണൻ അറിയാം. എന്നിരുന്നാൽ പോലും അർജുനൻ്റെ ഇമോഷനും കൂടെ കണക്കിലെടുത്തിട്ട് കൃഷ്ണൻ യുദ്ധത്തിന് സജ്ജനായി നിന്നു. കൂട്ടുകാരൻ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ തന്നെ എന്നും പറഞ്ഞ് കൈകൊട്ടി കൃഷ്ണൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അർജുന, നീ കാണിക്കാൻ പോണത് തെറ്റാണ്, നല്ല അടി കിട്ടേണ്ട സ്വഭാവമാണ് നീ കാണിക്കുന്നത്, ചെയ്യാൻ പാടില്ല എന്ന് കൃഷ്ണൻ പറയുമായിരുന്നു. നല്ലൊരു സുഹൃത്തായി. അങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മേൽപ്പറഞ്ഞ മഹാരഥന്മാരും മഹായോദ്ധാക്കളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കൃഷ്ണൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃഷ്ണൻ ഇന്നർ വർക്ക് ചെയ്തു. ഇന്നർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വിഷമത്തെ ഹീൽ ചെയ്യുന്ന പരിപാടി. ഏതൊരു സാഹചര്യത്തിലും ആ സാഹചര്യത്തെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് അടുത്തതെന്ത് എന്ന് ചിന്തിക്കുന്ന രീതി. എന്തിനേറെ പറയണം, രാജ്യമെല്ലാം എനിക്ക് സ്വന്തമാകണമെന്ന് ചിന്തിച്ചിരുന്ന ആളുകളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ചെറുപ്രായത്തിൽ അമ്മാവനെ വധിച്ചിട്ട് മധുര ദേശം സ്വന്തം കയ്യിൽ കിട്ടി. ഇനി ഞാനിവിടെ രാജാവെന്നും പറഞ്ഞ് കൃഷ്ണൻ കയറിയിരുന്ന ഒരുത്തിനും ഒന്നും പറയില്ലായിരുന്നു. പക്ഷേ യാദവരുടെ ഐക്യം ഉറപ്പുവരുത്താനായിട്ട് കൃഷ്ണൻ സ്വയം ഭരണത്തിൽ കയറിയില്ല, കൃഷ്ണൻ്റെ ചേട്ടനെ ഭരണത്തിൽ കയറ്റിയില്ല, കൃഷ്ണൻ്റെ അച്ഛനെ ഭരണത്തിൽ കയറ്റിയില്ല. പകരം കംസൻ്റെ അച്ഛനായിട്ടുള്ള ഉഗ്രസേനനെ തിരിച്ച് ഭരണത്തിൽ കയറ്റി. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി, യാദവർക്കിടയിലൊരു ഇന്നർ ഫൈറ്റ് ഉണ്ടായില്ല. പിന്നെ ഗുരുവിൻ്റെ അടുത്ത് കൃഷ്ണൻ പഠിക്കാൻ പോയി. കൃഷ്ണൻ ഓരോ കാര്യങ്ങൾ പഠിച്ചു. കൃഷ്ണൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഗുരുവിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പഠിച്ചിട്ട് കൃഷ്ണൻ അത് ആളുകളെ പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃഷ്ണൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ മഹാഭാരതത്തിൽ വ്യത്യസ്തനാകുന്നത്. ഒരു ദൈവം എന്ന് കാണുന്നതിന് പകരമായിട്ട്, ദൈവമെന്ന് മാത്രം കാണുന്നതിന് പകരമായിട്ട് മഹാഭാരതത്തിൽ മറ്റുള്ളവർക്കുണ്ടായ ദുഃഖങ്ങളിൽ നിന്ന് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത അതേ പ്രശ്നങ്ങൾ കൃഷ്ണനും എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. ആ പ്രശ്നങ്ങളിൽ നിന്ന് കൃഷ്ണൻ സ്വയം തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തു. കർണൻ്റെ അമ്മ ഉപേക്ഷിച്ചു. കൃഷ്ണനെ വളർത്തിയത് ഒരു വളർത്തമ്മയാണ്. അതുപോലെ ദുര്യോധനൻ രാജ്യം അർഹതപ്പെട്ടത് എനിക്കാണ് എന്ന് വിചാരിച്ചു. മധുര കൃഷ്ണന് സ്വന്തമായി സുഖമായിട്ട് ഭരിക്കായിരുന്നു. പക്ഷേ ഉഗ്രസേനന് വിട്ടുകൊടുത്തു കൃഷ്ണൻ. അതുപോലെ ധർമ്മപുത്രരും ഭീഷ്മരും ധർമ്മത്തെ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്നു. കൃഷ്ണനത് എവിടെ ഏതളവിൽ ഉപയോഗിക്കണമെന്നറിയാം. പിന്നെ ഇമോഷൻസ് മാത്രമായി നടക്കുന്ന അർജുനൻ ആ ഇമോഷൻസിൻ്റെ പുറത്ത് പല സമയങ്ങളിലും ആക്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. കൃഷ്ണനോ ഇമോഷൻസ് നല്ലപോലെ അറിയാവുന്ന ആളാണ്. പക്ഷേ അടിക്കേണ്ട സ്ഥലങ്ങളിൽ കയറി അടിയിടാന്ന് പറയുന്ന സ്വഭാവവും, സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ആ യുദ്ധം ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല, എതിരെ നിൽക്കുന്നത് ആരാണെങ്കിലും ശരി, ലോക നന്മയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യണം എന്ന് പറയുന്ന രീതിക്കായി കൃഷ്ണൻ. കണ്ടോ? അതുപോലെ തന്നെ ഭീമനുണ്ടായതുപോലെ കുട്ടിക്കാലത്ത് തന്നെ കൊല്ലാനായിട്ട് ആളുകളുണ്ടായിരുന്നു. സ്വന്തം അമ്മാവൻ കൃഷ്ണനെ കൊല്ലാനൊരു രാക്ഷസിയെ വിട്ടു. പക്ഷെ അതൊരു പേഴ്സണൽ വെൻഡേറ്റയായിട്ട് കൃഷ്ണൻ കണ്ടോ? ഇല്ല. അതൊരു ദേഷ്യമായിട്ട് കൃഷ്ണന് വളർന്നോ? ഭീമന് വളർന്നതുപോലെ ഇല്ല. കാരണം അതാണ്, കൃഷ്ണൻ ഇന്നർ വർക്ക് ചെയ്തു. ലോക നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം. അവിടെ കൃഷ്ണൻ സ്വയം ഡെവലപ്പ് ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ മഹാഭാരതം വായിക്കുമ്പോൾ നമ്മൾ ഫാൻ ഫൈറ്റിന് വേണ്ടി
ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ ആൾ, എൻ്റെ കഥാപാത്രം പിടിക്കുന്ന മുയലിന് 3ഉം 4ഉം ഇല്ല 24 കൊമ്പുണ്ട് എന്ന് പറയുന്നതിന് പകരം ഈ കഥാപാത്രങ്ങളുടെ പുറംചട്ട അഴിച്ച് ഉള്ളിൽ കയറി അവരെ പഠിക്കുക, അവരിലെ നല്ല ഗുണങ്ങൾ മനസ്സിലാക്കുക, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അത് ചെയ്യണം കൃഷ്ണൻ ചെയ്തതുപോലെ. കൃഷ്ണൻ അതുകൊണ്ടാണ് ബെറ്റർ ആകുന്നത്, അല്ലാതെ ദൈവമായതുകൊണ്ട് മാത്രമല്ല. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ എൻ്റേത് മാത്രമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ, ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് മാത്രം ശരി എന്നൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതിൽ നിന്ന് എനിക്കും പുതിയത് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയാലോ. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ